തൗബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നാവ് കൊണ്ടുള്ള പറച്ചിൽ മാത്രം. നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും തൗബ കിട്ടും. നാവല്ല തൗബന്റെ അടിസ്ഥാനം. ആരോ പറഞ്ഞു നാവാ തൗബന്റെ അടിസ്ഥാനം? തൗബന്റെ അടിസ്ഥാനം മഹാന്മാര് പഠിപ്പിച്ചത് എന്താ? നദാമത്ത് ഖേദം. അത് നാവുന്നല്ല, ഖൽബിന്നാണ് ഖേദം. പള്ളിയിൽ വന്ന ഒരു അറാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന ഒരു അറാബി, അയാളങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അല്ലാഹുമ്മ ഇന്നി, ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിങ്ങനെ കേട്ടിട്ട് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി, അറാബിയുടെ നോട്ടം നോക്കി. അറാബി പറഞ്ഞത് തെറ്റൊന്നല്ല. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോ അറാബിനെ വിളിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന സുർഅത്തൽ ലിസാനി ബിൽ ഇസ്തിഗ്ഫാരി തൗബത്തുൽ കദ്ദാബീന. നാവോട് ഇങ്ങനെ വേഗത്തിൽ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന പരിപാടിയില്ലേ, അത് കദ്ദാബീങ്ങളെ തൗബയെന്ന്, കള്ളന്മാരെ തൗബ. നീ ഇപ്പൊ കാണിച്ച തൗബയില്ലേ, വ തൗബത്തുക ഹാദിഹി തഹ്താജു ഇല തൗബ, ഈ തൗബക്ക് വേറെ തൗബ ചെയ്യേണ്ടി വരും. ഇപ്പൊ ചെയ്തേ. കാരണം ഇത് വെറും നാവുകൊണ്ടുള്ള ഇങ്ങനെ അടിച്ച് മിന്നി പറയലാണ്. അപ്പൊ അറാബി ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ വമാ ഹിയ തൗബ, എന്താണ് അമീറുൽ മുഅ്മിനീൻ തൗബ എന്ന് പറഞ്ഞാൽ? മഹാനവർകൾ പറഞ്ഞു, തൗബക്ക് 6 ആശയങ്ങൾ പറഞ്ഞു തരാം. അത്തൗബത്തു ഇസ്മുൻ യഖവല സിത്തത്തി മആൻ, 6 അർത്ഥങ്ങളുടെ മേൽ തൗബ സംഭവിക്കും. 1 അലൽ മാദി മിനദ്ദുനൂബി ബിന്നദാമ, കഴിഞ്ഞുപോയ പാപങ്ങളിൽ ഖേദമുണ്ടാകണം. ഒന്നാമത്തെ അർത്ഥം അതാണ്, കഴിഞ്ഞുപോയ പാപങ്ങളിൽ ഖേദം. അത് നിന്റെ നാവിലല്ല, നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് മനസ്സിന് ഖേദമുണ്ടോ? ശരി, പക്ഷേ നിന്റെ വേഗത കാണുമ്പോൾ ആ വേഗതയിലേക്ക് നിന്റെ മനസ്സെത്തിയിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു, അത് വെറും നാവിന്റെ പണിയാണ്. നീ തൗബയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് പോരാ, മനസ്സിൽ ഖേദം വേണം. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ഫർളുകൾ വീണ്ടെടുക്കണം. നഷ്ടപ്പെട്ട ഫർളുകളില്ലേ, അതൊക്കെ വീണ്ടെടുക്കണം. നോമ്പ്, നിസ്കാരം, സക്കാത്ത്, എന്തെല്ലാം ഫർളുകളുണ്ട് നഷ്ടപ്പെട്ടത്, വീണ്ടെടുക്കണം. അതൊക്കെ ചെയ്യണം. നിസ്കാരം മടക്കാതെ തൗബ. നിസ്കാരം കുറെ പെരടിയിൽ വെച്ചിട്ട് തൗബ. അല്ലാഹു തആല അങ്ങോട്ട് പുറത്തു വന്നിട്ട് ശരിയാക്കുന്നു, അത് വീട്ടണം. റദ്ദുൽ മലാലിം, ബാധ്യതകൾ തിരിച്ചു കൊടുക്കണം. ഇതെല്ലാം ബാധ്യതകളുണ്ട് പെരടിയിൽ.